നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ ഈ കൊച്ചു ചന്ദ്ര ദിവസം എത്ര ദൂരം സഞ്ചരിച്ച കോടതിയിലേക്ക് വന്നു പോകുന്നത്? ട്രാഫിക് ബ്ലോക്കും വെയിലും എല്ലാം കൂടെ ആവുമ്പോ ആകെ അങ്ങ് തളർന്നു പോവും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോളാൻ. എന്തായാലും സില്ലുമോൾ ഇവിടെ ഇല്ല, അവളുടെ മുറി ഇവിടെ വെറുതെ കിടക്കുമല്ലേ. ചന്ദ്രമോൾ ആ മുറി താമസിക്കട്ടെ. അച്ഛനോട് ഞാനത് സൂചിപ്പിച്ചായിരുന്നു അല്ലേ അച്ഛാ? അത് പിന്നെ അങ്ങനെ എന്തോ ഞാൻ സൂചിപ്പിച്ചു, അച്ഛൻ കേക്കാത്ത. എന്തായാലും ചന്ദ്രമോള് വന്നില്ലേ, നമ്മുടെ സില്ലുമോളെ പോലൊരു കൊച്ചല്ലേ, ഇവിടെ നിക്കട്ടച്ചാ. അല്ല, ഈ കൊച്ചിന്റെ വീട്ടിലേതിന് സമ്മതിക്കോ? ഓ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ചന്ദ്രയുടെ അച്ഛനും സമ്മതം ഇവിടെ താമസിക്കാൻ അല്ലേ മോളെ? നിനക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അല്ല, എനിക്കെന്താ എതിരഭിപ്രായം? അങ്ങനെ വരട്ടെ. ഒരു എതിരഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. കാരണം നിങ്ങൾ ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരല്ലേ. അപ്പൊ പിന്നെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ഒക്കെ അങ്ങ് പോവാം. എനിക്കാണെങ്കി അടുക്കളയിൽ ഒരു കൂട്ടുമായി. എന്നാ പിന്നെ ചേച്ചിയമ്മേ ഞാനങ്ങോട്ട്. മോള് വലുതാല് വെച്ച് കേറ്. ഈ ശങ്കരേട്ടൻ ഇത് എന്തു ഭാവിച്ചോണ്ടാ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. അവിടെ നിന്ന പ്രശ്നങ്ങളൊക്കെ തീരുവോ? ഇനി ഞാനൊന്നും പറയുന്നില്ല. ഞാൻ കാരണം അച്ഛന് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അച്ഛന്റെ മനസ്സ് തണുക്കുന്നവരെ പളനിമലയെങ്കിൽ പളനിമല. സങ്കടങ്ങളൊക്കെ തീരുമ്പോ അച്ഛനിങ്ങ് വരട്ടെ. എല്ലാം ദൈവത്തിന്റെ ഓരോ പരീക്ഷണങ്ങളാ മോളെ. അതൊക്കെ അങ്ങ് മാറും. ആ ശരത്തെന്ന് പറയുന്ന നെറുകെട്ടവന്റെ കള്ളത്തരങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പോലീസുകാർ കണ്ടുപിടിക്കും. അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അല്ലാതെ പിന്നെ ഇതാരാ? ശങ്കരോ? അറിയില്ല. എന്താ മെമ്പറെ എല്ലാരും കൂടെ? ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായ ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. ഇപ്പൊ എന്തുണ്ടായി? ശങ്കരനോടെ അയാള് പളനിക്ക് പോയെന്നൊക്കെയാ ഇവര് പറയുന്നേ. പളനിമലയിൽ തപസ്സിരിക്കുന്നു. പളനിമലയിൽ ഇരിക്കുവോ മരുത്വാമലയിൽ ഇരിക്കുവോ എന്തു വേണോ ചെയ്യട്ടെ. ഈ പെങ്കൊച്ചിന്റെ പേര് പറഞ്ഞ് ഒരുത്തൻ ഇതുവഴി കറങ്ങി നടപ്പുണ്ട്, തമിഴൻ. എടാ, ഇങ്ങ് കയറി വന്നേ. ഇയാളോ? ഇയാള് ഞങ്ങളുടെ കൊച്ചിന്റെ പേരും പറഞ്ഞ് എന്തിനാ കറങ്ങി നടക്കുന്നത്? അങ്ങനെ അങ്ങ് ഉരുണ്ട് കളിക്കാതെ ദേവൂട്ടിയമ്മേ. ഈ കൊച്ചിന്റെ ഭർത്താവല്ലേ ഈ നിൽക്കുന്നേ. 18-ാം വയസ്സില് ഇത് നാട് വിട്ടു പോയപ്പോ ഈ നാട്ടിലെ കൊള്ളാവുന്ന എത്ര ചെറുപ്പക്കാരെ സംശയിച്ചു. കള്ളും കുടിച്ച് വഴി കാണുന്നവരെയൊക്കെ ശങ്കരൻ ചീത്ത വിളിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് ഇവള് പോയതോ ഒരു ലോറി ഡ്രൈവറായ ഈ നിൽക്കുന്ന തമിഴന്റെ കൂടെ. എന്നിട്ടൊരു കൊച്ചുമായി ഇവനോട് പിണങ്ങി തിരിച്ചും പോന്നു. ഇപ്പൊ കൊച്ചിനെയും കാണാനില്ല. നിങ്ങളുടെ ഈ നാണം കെട്ട ഇടപാടുകളെ ഞങ്ങൾ നാട്ടുകാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. ശാന്തമായിട്ടും സമാധാനമായിട്ടും താമസിക്കുന്നവരാ ഈ നാട്ടുകാര്. ഇവിടെ പുറം നാട്ടിൽ നിന്ന് വന്ന ഒരുത്തൻ കരഞ്ഞു വിളിച്ച് നടക്കുക അവന്റെ ഭാര്യയും കൊച്ചിനെയും വേണമെന്നും പറഞ്ഞു. നിങ്ങളൊരു തീരുമാനം എടുത്തില്ലെങ്കിലേ ഇവൻ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോകും. ഇത് പറയാനാ ഇവൻ മെമ്പറായ എന്നെ വന്ന് കണ്ടത്. ശങ്കരേട്ടൻ എന്നോരും ശങ്കരേട്ടൻ വന്നാലും ഇല്ലെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനം ഒന്നേ ഉള്ളൂ. ഞങ്ങളുടെ കൊച്ച് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കും.
നിങ്ങൾ ഈ പറയുന്ന പോലെ ഇവനെ ഇവളുടെ ഭർത്താവൊന്നുമല്ല. ഞങ്ങളുടെ കൊച്ചിനെ പിടിച്ചു വെച്ചിരുന്നവനാ. പിടിച്ചു വെച്ചിരുന്നവനാണോ കൂടെ പൊറപ്പിച്ചവനാണോന്ന് ആർക്കറിയാം. അതെ, ഭാര്യയും ഭർത്താവുമ്പോ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതി കൊച്ചിനെ എടുത്തോണ്ട് ഇറങ്ങി പോരുകയാണോ ചെയ്യേണ്ടത്? ഇവനൊരു പാവമായതുകൊണ്ടല്ലേ നിങ്ങളുടെ മുമ്പിൽ വന്നിങ്ങനെ യാചിച്ചു നിൽക്കുന്നത്. അവന്റെ ഭാര്യയും കൊച്ചിനെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാന്നാ അവൻ പറയുന്നത്. വേണമെങ്കിൽ ഈ വാർഡിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചോളാന്ന്. മെമ്പറെ നിർത്ത. ഇനി ഒരു അക്ഷരം പറഞ്ഞാൽ ഞാൻ ചൂലെടുക്കും. എടുത്തു കഴിഞ്ഞാ അടികൊള്ളുന്നത് ഈ നിൽക്കുന്നവന് മാത്രമായിരിക്കില്ല. മെമ്പറേ, ഇനിയിപ്പോ നമ്മളിവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ശങ്കരേട്ടന്റെ പെങ്ങളല്ലേ ദേവൂട്ടിയമ്മ. ഇവര് ചൂലെടുക്കുമെന്ന് പറഞ്ഞതേ ഈ ദേശത്തിന്റെ മുഖത്തിന് നേരെയാ. അപ്പോ ഇനി നമ്മളെ മര്യാദ കാണിക്കേണ്ട ഒരു കാര്യമില്ല. എടാ ആണ്ടവാ, ஆண்டவனல்ல சார், நான் வந்து சரவணன், ஒரு அப்பாவி. ആ അപ്പാവി ശരവണ, നീ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്ക്. നിന്റെ ഭാര്യയെ വിട്ടുകിട്ടണോന്ന് പറഞ്ഞു. ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തി തരണോന്നും പറഞ്ഞു. ஆமா சார், நான் செய்ய சார். ഒരു മെമ്പർ എന്നുള്ള നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. ഇതൊക്കെ വലിയ നാണക്കേടായിപ്പോയി ദേവൂട്ടിയമ്മേ. ഇപ്പൊ തന്നെ നാട്ടുകാർ മുഴുവൻ നിങ്ങൾക്കെതിരാ. ആർക്കെങ്കിലും ഒരു മനസ്സലി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇല്ലാതാക്കും. ചതിവൊന്നും കതിരാവത്തില്ല ദേവൂട്ടിയമ്മേ. ദേ, ഈ കൊച്ചിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. പാവം പറ. പാടോ. കാലക്കിള ചരവണൻ, ആ ഗോവിന്ദൻ നായര് എന്നെ വിളിച്ചിരുന്നു. മെമ്പറുടെയും കൂട്ടരുടെയും വായിലേക്ക് കുറച്ച് കാശ് തിരികെങ്കിലും കാര്യങ്ങൾ വെടിപ്പായി. അതെ, അന്ന് അമ്മ സൂലെടുക്കുമെന്ന് പറഞ്ഞു. നിരഞ്ജൻ ഡോക്ടർ അമ്മയല്ലേ, അവര് ചൂലെടുക്കുക മാത്രമല്ല അതുകൊണ്ട് അടിക്കുകയും ചെയ്യും. നോക്കിയും കണ്ടും നിന്നോണം.